വീഡിയോയിൽ ഞാൻ വിചാരിച്ചു കുറേ നാളെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഒക്കെ കാട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. പിന്നെ ഇതേ ലവ് യു ബാബി ഞാനും ഒറ്റയ്ക്ക് ഇതേ ഫുൾ ടൈം ഞങ്ങൾ ഈ റൂമിലാണ്. ഞങ്ങൾ എന്തൊക്കെയാണ് കാട്ടണ വേഷം കെട്ടുകൾ, ലവിയുടെ വേഷം കെട്ടുകൾ, എൻ്റെ വേഷം കെട്ടുകൾ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളത് കേട്ടോ. ചില സമയത്ത് എന്നെ ഇപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ തന്നെയാണോ പിള്ളേർ? അതെ ഗായ്സ്, എൻ്റെ തന്നെയാണ് പിള്ളേർ. എങ്കിൽ പിന്നെ ഭയങ്കര പ്രായം മൂത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, എല്ലാത്തിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇടേണ്ട 26 വയസ്സാണ്. അപ്പോൾ ഇത് 2 പിള്ളേരുണ്ട് കേട്ടോ. രണ്ടും എൻ്റെ പിള്ളേർ തന്നെയാണ്. വേഷം കെട്ടാണ്. ലവ് യു ബാബി ആദൂനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉറക്കാൻ കിടത്തിയേക്കാണ്, ഉറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവളായിട്ട് കുറച്ച് നേരം കളിച്ചു. ഇതെൻ്റെ ലിബാമാണ് കേട്ടോ, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിബാമാണ്. പിന്നെ ഇവളാണെങ്കിൽ ചെറുപ്പത്തിൽ മീൻസ് വാവരിക്കണ സമയത്ത് 3-4 മാസം ഇവറ്റങ്ങളിങ്ങനെ കിടക്കല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവിടെ ഉരുണ്ട് നടക്കലും മുട്ടുകുത്തി അഴഞ്ഞുടങ്ങൊക്കെ 6 മാസം ആയപ്പോഴേ അവൾ അഴഞ്ഞുടങ്ങലും ചാടലും ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ഇവളുടെ അടുത്ത് ഇരിക്കണം, ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനേ പറ്റില്ല. പിന്നെ അച്ഛനമ്മയ്ക്കാണെങ്കിൽ ആദുവിനെ തന്നെ ഒരു 10 ആൾ നോക്കണം. അതുപോലെ കുറുമ്പാണ് ആദു ബാബിയുടെ. അപ്പോൾ ആദുവിനെ അവർ നോക്കും. ഇവളുടെ കാര്യം ഫുള്ള് ഞാനാണ് നോക്കണം. ഫുള്ളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. പിന്നെ കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ സഹായിക്കാൻ, അമ്മോട് കൊടുക്കാൻ പറയും. പിന്നെ കുളിപ്പിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾ ടൈം എൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ആദുവിൻ്റെ ഒപ്പം കുറച്ച് നേരം ആദുവിന് ഇഷ്ടമായിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് നേരം കളിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവന് ബർത്ത്ഡേക്ക് ശേഷം ഭയങ്കര കുറുമ്പാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര കുറുമ്പാന്നൊക്കെ, കുറേ ചീത്തയും അടിയൊന്നും കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ ഇത് ഇവളാണെങ്കിൽ ഞാനാണെങ്കിൽ തൊട്ടടുത്തുണ്ട്. ഇവളുടെ അടുത്ത് എപ്പോഴും നിങ്ങളിങ്ങനെ കിടക്കണം കാരണം അയ്യോ കുട്ടീനെ ഒറ്റയ്ക്ക് ആക്കിയിട്ടല്ല, ഞാനവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലാണെങ്കിൽ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവളൊക്കെ ബെഡൊക്കെ കമന്ന് പോകുന്നു. അല്ല ബെഡല്ല, തലോണൊക്കെ അതുപോലെയാണ്. അപ്പോൾ ബെഡ് ആകെ കുത്തി പറഞ്ഞാൽ എത്ര ഒതുക്കിയിട്ടാലും ഇതുപോലെ ആയിരിക്കും ബെഡ്. അതൊക്കെ ഇഗ്നോർ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇത് കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ. ഇത് പെയ്ഡ് കൊളാബോ കാര്യമോ തേങ്ങയോ മാങ്ങയോ ഒന്നുമില്ല. പിമ്പിൾ നല്ല കുരുള്ള സമയത്ത് ഞാനിതവിടെ തേക്കാറ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ പിമ്പിൾ വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ഈ മേക്കപ്പ് വീഡിയോസ് ഞാൻ ചെയ്തിട്ട് കുറേ നാളായി, മീൻസ് ഡെയിലി ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് മാത്രം എനിക്കിങ്ങനെ പിമ്പിൾ വരാൻ യാതൊരുവിധ ചാൻസും ഇല്ല. അപ്പം ഞാനിങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, ലൈക്ക് എന്താണ് പുതിയ സംഭവം ഞാൻ പരീക്ഷിച്ചത്. പ്രത്യേകിച്ച് സ്കിന്നിൽ പുതിയ പരീക്ഷണങ്ങളും ഒന്നും ചെയ്തിട്ടില്ല സ്കിൻ കെയറിൽ. പിന്നെ ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മിസലാർ വാട്ടർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മേക്കപ്പ് റിമൂവർ ഉണ്ടല്ലോ, അത് ഞാനൊരു ബേബി ഓയിൽ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തിട്ട് തേക്കായിരുന്നു. അപ്പോൾ ഈ മുഖത്തൊക്കെ ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഹാക്കിൾ ചെയ്യുമ്പോൾ ഞാൻ അതും ഈ കവിളത്തൊക്കെ തേക്കായിരുന്നേ. അപ്പോൾ അത് തേച്ചിട്ടാന്ന് തോന്നുന്നു ഫേസിൽ നിറച്ച് പിമ്പിളു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സെറാവയുടെ ഒരു ബ്ലെമിഷ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്നെ ജെല്ല കേട്ടോ 2-3 ദിവസമായിട്ടുള്ള തേച്ചിട്ട് മുന്നേ സെബോ ജെല്ലാണ് തേക്കാറ്. അത് തേക്കുമ്പോൾ എനിക്ക് വേഗം പോകാറുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുതിയതൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ തരാമല്ലോ. സെബോ ജെല്ലും നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ പാടൊന്നും പോവില്ല, കുരു പോവും. ഇതാണെങ്കിൽ കുരുവും പോവും പാടും പോവും. അപ്പോൾ നമുക്ക് 2 ഗുണമുള്ളത് മേടിക്കുന്നതല്ല നല്ലത്. അപ്പോൾ അത് ചെയ്തു കേട്ടോ. അപ്പോൾ അത് തേച്ച് കൊടുത്തു. അത് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ എന്തായാലും തേക്കണം കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ അത് ഉണങ്ങാൻ ഇത്തിരി ടൈം എടുക്കുക, അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞാൽ തലയിൽ എന്താണ് അതിൻ്റെ കാർക്കൂന്തലിൽ തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഈ റോസ്മേരി തേച്ചതിന് ശേഷമാണ് മുടി ആകെ ഒരു 2-3 മുടിയുള്ളത് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഇരിക്കണത്. ഇല്ലെങ്കിൽ എൻ്റെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോയിട്ട് എനിക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെ. പിന്നെ മുടി പോയി, സൗന്ദര്യം കുറഞ്ഞു പോയി, മെലിഞ്ഞു, കറുത്തു, വെളുത്തു, തടിച്ചു. ഇപ്പോൾ അതൊന്നും എന്നെ ബാധിക്കണില്ല. എങ്ങനെയെങ്കിലും ഇവറ്റങ്ങളൊന്ന് വലുതായിട്ട് ഒരു ദിവസം ഒന്ന് മേലേക്ക് കിടന്നുറങ്ങാൻ പറ്റിയാൽ മതി എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിക്കണു അങ്ങനെയൊന്നും ആൾക്കാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വലിയ മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. ഞാൻ ഫുഡ് കഴിക്കാമെന്ന് പോയിട്ട് പറഞ്ഞിട്ട് വീണ്ടും ഇതാണോ ഞാൻ ഫുഡ് കഴിക്കണമെന്നൊക്കെ ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഇതേ റോസ്മേരി വാട്ടർ അത് ഇതാക്കിയതിന് ശേഷം ഞാൻ അതേ റോസ്മേരിയുടെ ഇതുപോലത്തെ കമ്പ് ഉള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. ഇതാണെങ്കിൽ ആകെ ഒരു പൊട്ടി കുറേ നാളായിട്ട് യൂസ് ചെയ്തു, 2 കൊല്ലമൊക്കെ ഉണ്ടാവും ആകെ ഇതായിട്ടിരിക്കണേ കേട്ടോ. അതാണ് ഞാനിപ്പോൾ തലയിൽ ഇത് ഇങ്ങനെ യൂസ് ആക്കണം. പിന്നെ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയും ഇതെന്നും തേക്കും കേട്ടോ തലയിൽ.
മറക്കണ ദിവസം ഞാൻ തേക്കാറില്ല, ഓർമ്മ ദിവസങ്ങളൊക്കെ തേക്കും. ഇതാണെങ്കിൽ നമ്മൾ വിചാരിക്കും എണ്ണമയം പോലെ തലയിലെടുക്കുക, ഇല്ല, എണ്ണമയം പോലെ ഫീലേ ചെയ്യില്ല. ജസ്റ്റ് നോർമൽ നമ്മൾ തല കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് ഞാൻ മുടി എത്രത്തോളം വളർന്നു എന്നൊക്കെയുള്ള വേഷം കെട്ടി കാട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കട്ടെ കേട്ടോ. മുടിയൊക്കെ നന്നായി വളർന്നു. പിന്നെ എനിക്ക് ഈ നൈറ്റ് ഡ്രസ്സ് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട്, എനിക്കത് ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ടോ. എന്ത് ചെറിയ സംഭവമാണെങ്കിൽ കൂടിയും ഡെലിവറിക്ക് ശേഷം എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യണം കണ്ടപ്പോൾ, യൂഷ്വലി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കല്ല ഓരോ സംഭവങ്ങളും കൊടുക്കുക. ഇതെനിക്ക് വേണ്ടിയിട്ട് കിണി ചേച്ചി കേട്ടോ, ഞങ്ങളുടെ ഇളയമയുടെ മോള് വന്നപ്പോൾ എനിക്ക് തന്നതാട്ടോ. 2 ഡ്രസ്സ് എടുത്തത്, നല്ല ഡ്രസ്സാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിളായിട്ട്, ഒരു പാൻറ്റും ഒരു ടോപ്പാണ്. പിന്നെ അത് ചോറിന് ഇന്ന് നല്ല പരിപ്പ് കുത്തി കാച്ചിയത്, തൃശ്ശൂർക്കാർക്ക് അറിയാം, നല്ല പരിപ്പ് കുത്തി കാച്ചിയതും പിന്നെ നല്ല നാരങ്ങ അച്ചാറും മത്തങ്ങ ഈ ഉള്ളിയിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ മത്തങ്ങ ഇട്ടിട്ട് നല്ല നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ചു. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, മീൻ കറി ഒന്നും വലിയ താല്പര്യമില്ല. മീൻ വറുത്തത് പിന്നെ കഴിക്കും. പിന്നെ ലിബാം ഇട്ട് മുടി ഉണക്കണം കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ഉണക്കാണ്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ സീനോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയച്ചിട്ടേക്കണത്. ഞാൻ മിക്ക ടൈമിലും വീട്ടിൽ മുടി കെട്ടിയിട്ടിട്ടാണ് നിൽക്കണമെങ്കിൽ ഒരു അസ്വസ്ഥത കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 0 സൈസ് ആവുന്നൊക്കെ മെലിഞ്ഞ് പിന്നെ അതല്ല നല്ലത്. പിന്നെ കാണുന്നവരൊക്കെ പറഞ്ഞ് മെലിഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. പിന്നെ ഞാൻ പിന്നെ അധികം വണ്ണം വയ്ക്കാനും നോക്കാറില്ല, വണ്ണം വയ്ക്കാറുമില്ല. അങ്ങനെ കുറുക്കൊക്കെ കൊടുത്തുകൊണ്ട് അമ്മ ലവ്യു ബാബിനെ കുളിപ്പിച്ച് വന്നപ്പോൾ ലവ്യു ബാബിയുടെ വക വേഷം കെട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡാൻസ് കളി. പിന്നെ ഞാൻ വെച്ച് പൊട്ടുകുത്തം കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ജസ്റ്റ് പൊട്ട് കുത്തി കൊടുക്കാന്നുള്ള പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവസാനത്തെ ലുക്ക് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. പിന്നെ ആദുബാബീനാണ് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞ ഉറങ്ങായിരുന്നു എന്ന്. നെക്സ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ ഞാൻ അവൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഞാൻ ഇടാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം? സ്കിൻ കെയർ ആണോ, ഹെയർ കെയർ ആണോ, ഡേ ഇൻ മൈ ലൈഫ് ആണോ, അതോ Q&A എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ചോദിച്ചോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ.